ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ألم نشرح لك صدرك. ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ യഥോചിതം പാലിച്ച് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണം എന്ന് സ്വയമെന്ന പോലെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്തു കൊടുത്ത മഹത്തായ അനുഗ്രഹമായി പ്രവാചകനോട് തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് അലം നശ്റഹ് ലക സദ്റക്. നിനക്ക് നിന്റെ ഹൃദയം നാം വിശാലമാക്കി തന്നില്ലേ എന്ന ചോദ്യം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുഫസ്സിറുകൾ പ്രസ്തുത ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, മതനിയമങ്ങൾ ഉൾക്കൊള്ളാനും ആ നിയമങ്ങളിലേക്ക് അള്ളാഹു പഠിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്യാനും ഉത്കൃഷ്ട സ്വഭാവ ഗുണങ്ങളെ സ്വീകരിക്കാനും പരലോക വിജയത്തിനു വേണ്ടി അധ്വാനിക്കാനും നന്മകൾ അനായാസം ചെയ്യാനും ഹൃദയത്തിന് വിശാലത തന്നില്ലേ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അഥവാ ഒരാളുടെ ഹൃദയം വിശാലമാകുന്നതോടുകൂടി ഇസ്ലാമിക നിയമങ്ങൾ വേഗത്തിൽ ചെയ്യാനുള്ള ഒരു മനസ്സ് ആൾക്ക് ലഭിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ ഭാരമില്ലാതെ അനുഭവപ്പെടുകയും ചെയ്യുമെന്നാണ് ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ ഇതിൻ്റെ നേർ വിപരീതമാണ് ഖസ്വത്തുൽ ഖൽബ്, ഹൃദയം കടുത്തു പോവുക എന്നത്. ഹൃദയം കടുത്തു പോവുക എന്നത് ഒരു മനുഷ്യൻ്റെ നാശത്തിൻ്റെ, തകർച്ചയുടെ തുടക്കമായിട്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. കാരണം ഹൃദയം കടുത്തു പോകുന്നവർക്ക് നാശമെന്ന് വിശുദ്ധ ഖുർആൻ ഒന്നിലധികം സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. അല്ലാഹുവിൽ നിന്ന് ഒരു പ്രകാശം ലഭിക്കുകയും അങ്ങനെ ഇസ്ലാമിലേക്ക് മനസ്സിനെ വിശാലമാക്കപ്പെടുകയും ചെയ്തുകൊണ്ട് ആരുടെ ഹൃദയത്തെയാണോ ഇസ്ലാമിലേക്ക് അള്ളാഹു വിശാലമാക്കി തരുന്നത് അവനും ഹൃദയം കടുത്തുപോയവനും സമമാകുമോ? ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും. ആരുടെ ഹൃദയങ്ങളാണോ കടുത്തു പോകുന്നത്, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഭാരമായി ആർക്കാണോ അനുഭവപ്പെടുന്നത് അവർക്ക് നാശം. മിൻ ദിക്രില്ലാ, അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് മാറിപ്പോകുന്നവർക്ക്, ഹൃദയം കടുത്തു പോകുന്നവർക്ക് നാശം. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്,
ഉലായിക ഫീ ളലാലിൻ മുബീൻ, അത്തരക്കാർ വ്യക്തമായ ദുർമാർഗത്തിലാണ്. ഹൃദയം കടുത്തു പോകുന്നവർ, ഹൃദയം അങ്ങേയറ്റം ലോലമാകുന്നതിന് പകരം ഹൃദയ കാഠിന്യം അനുഭവപ്പെടുന്നവർ ഏറ്റവും പിഴച്ചുപോയ ആളുകളാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിലൂടെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നുണ്ട്, സുമ്മ ഖസത്തു ഖുലൂബുക്കും മിൻ ബഅദി ദാലിക്, അതിനുശേഷവും നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയിരിക്കുകയാണ്. ഫഹിയ കൽ ഹിജാറ, അത് കരിങ്കല്ലുപോലെ, കല്ലുകളെപ്പോലെ നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയിരിക്കുന്നു. ഔ അശദ്ദു ഖസ്വ, അല്ലെങ്കിൽ അതിലേറെ കടുത്തുപോയ ഹൃദയങ്ങളായി നിങ്ങളുടെ ഹൃദയങ്ങൾ മാറിയിരിക്കുന്നു. ഒരുപക്ഷെ പാറക്കല്ലുകളിൽ നിന്ന് അരുവികൾ പൊട്ടിയൊഴുകാൻ സാധ്യതയുണ്ട്. അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ട് കല്ലുകൾ ഉരുണ്ടു വീഴാൻ സാധ്യതയുണ്ട്. എന്നാൽ അതുപോലും ഇല്ലാത്ത വിധം നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അള്ളാഹു ഹൃദയ കാഠിന്യം അനുഭവിക്കുന്നവരിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഹൃദയം കുടുസായാൽ ജീവിതം ഒരിക്കലും ആസ്വദിക്കാനോ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനോ നമുക്ക് സാധിക്കുകയില്ല. ദുരന്തങ്ങളും മരണങ്ങളും നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിക്കുകയില്ല. ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുകയില്ല. അതിനാൽ മനസ്സിനെ ബാധിക്കുന്ന ഏത് കാര്യവും വളരെ ഗൗരവത്തോടെയാണ് ഒരു മുസ്ലിം നോക്കിക്കാണേണ്ടത്. മനസ്സിനെ മോശമായി ബാധിക്കുന്ന ഏത് കാര്യത്തെയും മോശമായി കാണുകയും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യാൻ മുഅ്മിനീങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത് അടിസ്ഥാനപരമായി അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള, ഹലാലാക്കി തന്നിട്ടുള്ള ചില കാര്യങ്ങൾ അതിൻ്റെ പരിധി വിടുമ്പോൾ, അമിതമാകുമ്പോൾ അതിൻ്റെ ആധിക്യം നമ്മുടെ ഹൃദയത്തെ മരവിപ്പിച്ച് കളയുമെന്ന് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. അടിസ്ഥാനപരമായി അത് അനുവദനീയമാണ്. ചിലതൊക്കെ നീയത്തോടുകൂടി, പ്രതിഫലേച്ഛയോടുകൂടി നാം ചെയ്താൽ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. പക്ഷേ അതിൻ്റെ പരിധി വിട്ടുകഴിഞ്ഞാൽ അതിൻ്റെ ആധിക്യം, അതിൻ്റെ അമിതവ്യം നമ്മുടെ ഹൃദയത്തെ മരവിപ്പിച്ച് കളയും, ഹൃദയത്തെ ജീവനില്ലാതെയാക്കും എന്ന് പഠിപ്പിച്ച ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മനസ്സിനെ ദുഷിപ്പിക്കുന്ന, ഹൃദയത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ പണ്ഡിതന്മാർ അതിന് പേര് കൊടുത്തത് സുമൂമുൽ ഖൽബ് എന്നാണ്. ഹൃദയത്തെ ബാധിക്കുന്ന വിഷം. നമ്മുടെ ശരീരത്തിൽ വിഷം കയറിയാൽ നമ്മുടെ ശരീരത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? എന്നാൽ നമ്മുടെ മനസ്സുകളെ ബാധിക്കുന്ന ചില വിഷങ്ങളുണ്ട്, ചില മാരകമായ രോഗങ്ങളുണ്ട്. സുമൂമുൽ ഖൽബ്, ഹൃദയത്തെ ബാധിക്കുന്ന ദുഷിച്ച മരുന്നുകൾ എന്നാണ്, വിഷങ്ങൾ എന്നാണ് പണ്ഡിതന്മാർ അതിന് പേര് കൊടുത്തിട്ടുള്ളത്. സുഹൃത്തുക്കളെ, അതിൽ ഒന്നാമതായി പണ്ഡിതന്മാർ എണ്ണിയത് ഫുളൂലു ത്വആം, ഭക്ഷണം അധികമാകലാണ്. ഭക്ഷണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഒരു വേള അവൻ്റെ ജീവിതം നിലനിർത്താൻ അനിവാര്യമായ കാര്യമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് കുലു വഷ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നുകൊള്ളുക, നിങ്ങൾ കുടിച്ചുകൊള്ളുക, പക്ഷേ അധികമാകരുത്, ധൂർത്ത് പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം അധികം കഴിക്കുന്നത് അത് ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ബാധിക്കുമെന്ന്, ഈമാനിനെ തകർത്ത് കളയുമെന്ന്, ഹൃദയ കാഠിന്യത്തിന് കാരണമാകുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കസ്റത്തു ത്വആം, അധികമായി ഭക്ഷണം കഴിക്കൽ തുമീതുൽ ഖൽബ്, അത് ഹൃദയത്തെ മരവിപ്പിക്കും, അത് ഹൃദയത്തെ കൊന്നുകളയും, ഹൃദയത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തും. കമാ തുമീതു കസ്റത്തുൽ മാഇ സർഅ്, വെള്ളം കൃഷിക്ക് അനിവാര്യമാണ്. എന്നാൽ ചില ചെടികൾക്ക് കൂടുതൽ വെള്ളമൊഴിച്ചാൽ, വെള്ളം കൂടിപ്പോയാൽ ആ ചെടി അങ്ങ് ചീഞ്ഞു പോകും, ആ ചെടി അങ്ങ് നിർജീവമാകും. എന്ന പോലെ ഭക്ഷണം അധികമാകുന്നത് മനുഷ്യരെ, നിങ്ങളുടെ മനസ്സുകളെ നശിപ്പിക്കും, ഈമാനിനെ തകർത്ത് കളയും, പടച്ചവനെ പേടിയില്ലാതെയാക്കും എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഇന്ന മിനൽ മുറൂഅ, ഒരു മനുഷ്യത്വത്തിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്, അവൻ നല്ലൊരു വ്യക്തിയാണ് എന്നതിൻ്റെ അടയാളമാണ് അവന് മതി എന്ന് തോന്നും മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കൽ അവസാനിപ്പിക്കൽ. അവൻ തിന്നുകൊണ്ടിരിക്കുകയാണ്, കുറച്ചുകൂടി കഴിക്കാൻ കഴിയും, അല്പം കൂടി ആകാം എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കൽ അവസാനിപ്പിക്കുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സ്വഭാവമാണ് എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, ഭക്ഷണം ആവശ്യമാണ്, പക്ഷേ മൂക്കറ്റം തിന്നുക എന്നത്, എത്രയുമാകാം എന്നത് നമ്മൾ ഒരിക്കലും പാടില്ലാത്ത കാര്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ പണ്ഡിതന്മാർ പറയുന്നത്, ഇന്ന നഫ്സ ഇദാ ജാഅത് വഅതിശത്,
മനുഷ്യന്റെ ശരീരത്തിന് ദാഹവും വിശപ്പും അനുഭവപ്പെടുമ്പോൾ സഫൽ ഖൽബു വറഖ്, അവൻ്റെ ഹൃദയം ലോലമാവുകയും അവൻ്റെ ഹൃദയം മയപ്പെടുകയും ചെയ്യും. വൈദാ ശബിഅത്ത് വറവിയത്ത്, എപ്പോഴും വെള്ളം കുടിച്ച് എപ്പോഴും ഭക്ഷണം കഴിച്ച് അവൻ്റെ വയറ് നിറച്ചുകൊണ്ടാണ് അവൻ പോകുന്നതെങ്കിൽ അമിയൽ ഖൽബു, ഹൃദയത്തിന് അന്ധത ബാധിക്കാൻ തുടങ്ങും. എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും എന്തെങ്കിലും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒന്ന് കിട്ടാതെ അവന് സഹിക്കുന്നില്ല. അങ്ങനത്തെ അവസ്ഥയുണ്ടെങ്കിൽ ഒരുപക്ഷെ ശരീരത്തിലേക്ക് ഇത് കയറുമ്പോൾ അവൻ്റെ ഹൃദയത്തെ അത് അന്ധത ബാധിക്കുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാം ആ വിഷയത്തിൽ കൃത്യമായ കാഴ്ചപ്പാട് നമുക്ക് തന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വയറിൻ്റെ 1/3 വെള്ളത്തിനും 1/3 ഭക്ഷണത്തിനുമാക്കി ബാക്കി 1/3 അവൻ്റെ ശ്വാസമയക്കാൻ അവൻ കാലിയാക്കി വിടണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞു, 2 പേർ കഴിക്കുന്ന ഭക്ഷണം 3 പേർക്കും, 4 പേർ കഴിക്കുന്ന ഭക്ഷണം 5 പേർക്കും തികയുമെന്നത് ആർക്കാണ് അറിയാത്തത്? അതുകൊണ്ട് ഒരു മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശമായ പാത്രം വയറാണ് എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, ഭക്ഷണം കഴിക്കേണ്ട എന്നല്ല, മറിച്ച് അതിൻ്റെ ആധിക്യം, ധാരാളമായി ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന, മനസ്സിനെ നശിപ്പിക്കുന്ന, മനസ്സിനെ തകർക്കുന്ന കാര്യങ്ങളിൽ ഒന്നാമതായി പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. രണ്ടാമത്തെ കാര്യം ഫുളൂലുൽ കലാം, അമിതമായ സംസാരം. എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുക, ഒരാളോടല്ലെങ്കിൽ മറ്റൊരാളോട്, നേരിട്ടല്ലെങ്കിൽ ഫോണിലൂടെ സംസാരിച്ചു കൊണ്ടേയിരിക്കുക എന്നത് മനുഷ്യൻ്റെ മനസ്സിനെ നശിപ്പിക്കുന്ന ഘടകമാണ്. അവൻ്റെ ഹൃദയത്തിൻ്റെ ഈമാനിനെ ഊരിക്കളയാൻ കാരണമാകുന്ന കാര്യമാണ്. അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള മഹത്തായ അനുഗ്രഹമാണ് സംസാരിക്കാൻ കഴിയുക എന്നത്. നമ്മുടെ ഹൃദയത്തിലുള്ളത് നമ്മുടെ സുഹൃത്തിനോട്, നമ്മുടെ സഹപ്രവർത്തകനോട്, നമ്മുടെ കൂടെയുള്ളവനോട് പങ്കുവെക്കാൻ റബ്ബ് ചെയ്തു തന്ന മഹത്തായ അനുഗ്രഹമാണ് നാവ് എന്നതിൽ സംശയമില്ല. അള്ളാഹു തന്നെ ചോദിച്ചു, അലം നജ്അൽ ലഹു ഐനൈൻ, 2 കണ്ണുകൾ നാം നിങ്ങൾക്ക് തന്നില്ലേ? വലിസാനം വശഫതൈൻ, 2 ചുണ്ടുകളും 1 നാവും നാം നിങ്ങൾക്ക് തന്നില്ലേ? നിങ്ങളുടെ മനസ്സിലുള്ളത്, നിങ്ങൾ കണ്ടത്, നിങ്ങൾ കേട്ടത് നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാൻ 2 ചുണ്ടുകളും 1 നാവും അല്ലാഹ് ചെയ്തു തന്നില്ലേ എന്നത് മഹത്തായ അനുഗ്രഹമായി എടുത്തു പറയുമ്പോൾ തന്നെ അതിൻ്റെ കസറത്ത്, അതിൻ്റെ ആധിക്യം, ധാരാളമായി സംസാരിക്കൽ അത് മനുഷ്യൻ്റെ മനസ്സിനെ ബാധിക്കും എന്ന് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഇന്ന അബ്ഗലകും ഇലയ്യ വഅബ്അദകും മിന്നി മജ്ലിസ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എന്നോട് ഏറ്റവും വെറുപ്പുള്ളവൻ, എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളവൻ, എന്നോട് ഏറ്റവും അകലെയുള്ളവൻ അസ്സർസാറൂൻ, അമിതമായി സംസാരിക്കുന്നവരായിരിക്കും. അസ്സർസാറൂൻ, തുരുതുരെ സംസാരിക്കുന്നവർ, വെറുതെ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും എന്തിലും ഏതിലും കയറി സംസാരിക്കുന്നവർ എന്നോട് അന്ത്യനാളിൽ അകലമുള്ളവരായിരിക്കും, എനിക്ക് ഏറ്റവും വെറുപ്പുള്ളവനായിരിക്കും എന്ന് ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എത്രത്തോളം സ്വഹാബത്ത് പറയുകയാണ്, അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുഹദ്ദിസു ഹദീസ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചാൽ ലൗ അദ്ദഹുൽ ആദു ലഅഹ്സാഹു, വേണമെങ്കിൽ ഒരാൾക്ക് എത്ര വാക്കുകളുണ്ട് എന്ന് എണ്ണിക്കണക്കാക്കാൻ കഴിയുന്നത്ര കുറഞ്ഞ വാക്കുകളിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിരുന്നത് എന്നാണ്. തനിക്ക് പറയേണ്ട കാര്യം ഏറ്റവും ആറ്റിക്കുറുക്കി ആലോചിച്ച് മാത്രം മറ്റുള്ളവരോട് പറയുന്ന രീതിയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുള്ളത് എന്നാണ് സഹോദരങ്ങളെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ എന്താണ് അപകടം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ മിൻ റിദ്വാനില്ലാ, നമ്മുടെ സ്വർഗ്ഗവും നരകവും ഉറപ്പിക്കാൻ ഒരുപക്ഷെ ഒരു വാക്ക് മതിയാകും. ഒരു അടിമ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളൊരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ അവനെ സ്വർഗത്തിലേക്ക് അള്ളാഹു കൊണ്ടുപോകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചും പറഞ്ഞു, ഏതെങ്കിലും ഒരു അടിമ ഒരു വാക്ക് പറഞ്ഞു പോകും, ഒരൊറ്റ വാക്ക് പറയും, പക്ഷേ അത് റബ്ബിന് ഇഷ്ടമില്ലാത്തൊരു വാക്കായിരുന്നു. അവൻ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. പലതും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കൂട്ടത്തിൽ റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒരു പദപ്രയോഗം അവൻ നടത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യുൽഖീ ലഹാ ബാലാ, ലാ യുൽഖീ ലഹാ ബാലാ, അത്ര ഗൗരവമൊന്നും അവൻ വിചാരിച്ചിരുന്നില്ല. യഹ്വീ ബിഹാ ഫീ ജഹന്നം, അക്കാരണം കൊണ്ട് അവൻ നരകത്തിൽ ചെന്ന് വീഴും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഹസനുൽ ബസ്വരി റഹിമഹുല്ല പറയുന്നുണ്ട്, ലിസാനുൽ ആഖിലി മിൻ വറാഇ ഖൽബിഹി, ഒരു ബുദ്ധിയുള്ളവൻ്റെ നാവ് ഹൃദയത്തിൻ്റെയും പിന്നിലായിരിക്കും. അവനെന്തെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ ഫൈദാ അറാദൽ കലാം,
അവൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചാൽ തഫക്കറ, ആദ്യം അവൻ്റെ ബുദ്ധി കൊടുത്ത് അവൻ്റെ ഹൃദയം കൊണ്ട് അവനൊന്ന് ചിന്തിക്കും. ഫഇൻ കാന ലഹു ഖാൽ, അതവന് ഗുണം ചെയ്യുമെന്ന് ഉറപ്പിച്ചാൽ അവനത് പറയും. വഇൻ കാന അലൈഹി, ഇതെനിക്ക് ദോഷം ചെയ്യും, ഉപദ്രവമാകും എന്ന് കണ്ടാൽ അംസക്ക, അവൻ സംസാരിക്കാതിരിക്കും. സംസാരിക്കും മുമ്പ് ഹൃദയം കൊണ്ടൊന്ന് ചിന്തിക്കും. കാരണം അവൻ്റെ നാവ് ഹൃദയത്തിനും പിന്നിലായിരിക്കും. വഖൽബുൽ ജാഹിൽ, എന്നാൽ അവിവേകികളുടെ, വിജ്ഞാനമില്ലാത്തവരുടെ, വിവരദോഷികളുടെ ഹൃദയം മിൻ വറാഇ ലിസാനിഹി, അവൻ്റെ നാവിൻ്റെയും പിന്നിലായിരിക്കും. ഫഇൻ ഹമ്മ ബിൽ കലാം തകല്ലം, എന്തെങ്കിലും ഒന്ന് പറയാൻ ഉദ്ദേശിക്കുമ്പോഴേക്ക് അവനതങ്ങ് പറയും. ലഹു വ അലൈഹി, ചിലപ്പോൾ അവന് ഗുണം ചെയ്യും, ചിലപ്പോൾ അവന് ദോഷമായിരിക്കും. ഒന്നും ആലോചിക്കാതെ എന്തും പറഞ്ഞു പോകുന്നവർ വിവരദോഷികളാണെന്ന് മഹാനായ ഹസ്നുൽ ബസ്വരി റഹിമഹുല്ല ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുക്സിറുൽ കലാം, ലാ തുക്സിറുൽ കലാം ബിഗൈരി ദിക്രില്ലാ, അല്ലാഹുവിനെ ഓർക്കുന്ന ദിക്റുകൾ കൊണ്ടല്ലാതെ നിങ്ങൾ ഒരിക്കലും സംസാരം അധികരിപ്പിക്കരുത്. ഫഇന്ന കസ്റത്തൽ കലാമി ബിഗൈരി ദിക്രില്ലാ, അല്ലാഹുവിനെ ഓർക്കുന്ന സംസാരം കൊണ്ടല്ലാതെ സംസാരം അധികരിച്ചു പോയാൽ ഖസ്വത്തുൽ ലിൽ ഖൽബ്, അത് ഹൃദയത്തിന് കാഠിന്യമാണ്. വ ഇന്ന അബ്അദൻ നാസി മിനല്ലാഹ് അൽ ഖൽബുൽ ഖാസി, അല്ലാഹുവിന് ഏറ്റവും അകലമുള്ളവൻ ആ ഹൃദയം കടുത്തുപോയവനായിരിക്കും. അമിതമായി സംസാരിക്കുന്നവർ, വെറുതെ സംസാരിക്കുന്നവർ, അത് യഥാർത്ഥത്തിൽ അവൻ്റെ മനസ്സിനെ മരവിപ്പിക്കുമെന്നും അതുപക്ഷേ അത് അല്ലാഹുവിൽ നിന്ന് അകന്നു നിൽക്കാൻ കാരണമാകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മഹാനായ സുഫിയാൻ ഇബ്നു അബ്ദില്ലാ അസ്സഖഫി റളിയല്ലാഹു അൻഹു തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്നു നിൽക്കുകയും എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ഹദ്ദിസ്നി ബി അംരിൻ അഅ്തസിമു ബിഹി, റസൂൽ അങ്ങ് എനിക്കൊരു കാര്യം പറഞ്ഞു തരൂ, എനിക്ക് അവലംബിച്ച് നിൽക്കാൻ പറ്റുന്ന, എനിക്ക് പിഴച്ചു പോകാതെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യം അങ്ങ് പറഞ്ഞു തരൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൽ, നീ പറയണം, റബ്ബി അല്ലാഹ് സുമ്മസ്തഖിം, റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹു ആണ്, എന്നെ രക്ഷിക്കുന്നവൻ, എന്നെ നിയന്ത്രിക്കുന്നവൻ എൻ്റെ റബ്ബാണ്, അല്ലാഹു ആണ് എൻ്റെ റബ്ബ് എന്ന് നീ പറയുകയും സുമ്മസ്തഖിം, എന്നിട്ട് നീ അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യണം. അദ്ദേഹം പറയാണ്, അപ്പോൾ ഞാൻ ഒന്നുകൂടി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, മാ അഖ്വഫു മാ തഖാഫു അലയ്യ, എന്നോട് നിങ്ങൾക്ക് പ്രത്യേകം പറയാനുള്ള, എൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കുന്ന ഒരു കാര്യം എന്താണ്? ഞാൻ ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയ ഒരു വിഷയം എന്താണ് പ്രവാചകരെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നാവ് പുറത്തേക്കിട്ട് അതിൽ തൊട്ട് നാവ് ഉള്ളിലേക്ക് തന്നെ വലിച്ചിട്ട് പറയുകയാണ്, ഹാദാ, ഇതാണ്, ഇത്, നാവിനെ നീ ശ്രദ്ധിക്കണം, നിന്റെ നാവിനെ നീ സൂക്ഷിക്കണം എന്ന് മഹാനായ സുഫിയാൻ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇസ്ലാം എത്ര കൃത്യമായാണ് പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറാ ഔ ലിയസ്മുത്, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? നല്ലതു മാത്രം പറയണം, അല്ലെങ്കിൽ മൗനം ദീക്ഷിക്കണം എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പലതും ഉപദേശിച്ചപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത പേടി. അദ്ദേഹം ചോദിച്ചു, റസൂലേ, ഞങ്ങളുടെ നാവുകളെ കൊണ്ട് ഞങ്ങൾ നരകത്തിൽ പോകുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, വഹൽ യകുബ്ബുൻ നാസ ഫിന്നാരി അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദ അൽസുനതിഹിം, ഒരു മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാവല്ലാതെ മറ്റെന്താണ്? നാവ് കൊയ്തെടുക്കുന്ന തിന്മകളല്ലാതെ കൂടുതൽ ആളുകളും നരകത്തിൽ പോകുന്നത് മറ്റെങ്ങനെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് അൽ ഫമു വൽ ഫർജു, അവൻ്റെ നാവും അവൻ്റെ ജനനേന്ദ്രിയവുമാണ് എന്നാണ്. എങ്കിൽ സഹോദരങ്ങളെ, കസ്റത്തുൽ കലാം, അമിതമായ സംസാരം, അത് നമ്മുടെ മനസ്സിനെ മരവിപ്പിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. മൂന്നാമത്തെ കാര്യം ഫുളൂലുൻ നൗം, അമിതമായ ഉറക്കം. രാത്രിയിൽ മാത്രമല്ല, രാത്രിയിലും പകലിലും കിട്ടുമ്പോഴൊക്കെയും, ഒഴിവ് കിട്ടുമ്പോഴൊക്കെയും, സമയം കിട്ടുമ്പോഴൊക്കെയും, ഉറങ്ങാൻ അവസരം കിട്ടുമ്പോഴൊക്കെയും ഉറങ്ങിക്കൊണ്ടേയിരിക്കുക എന്നത് ശരീരത്തിന് മാത്രമല്ല, അത് മനസ്സിനും രോഗമാണ്, അത് മനസ്സിന് അപകടമാണ്, അത് ഈമാനിനെ നശിപ്പിക്കും, മനസ്സിനെ മരവിപ്പിക്കും എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വഹബ് ഇബ്നു മുനബ്ബഹ് റഹിമഹുല്ലാഹ് പറയുകയാണ്, ലൈസ മിൻ ബനി ആദം അഹബ്ബു ഇലാ ശൈത്വാനിഹി മിനൽ അകൂലിൻ നവ്വാം, പിശാചിന് മനുഷ്യരിൽ ഏറ്റവും ഇഷ്ടമുള്ളവർ നന്നായി കഴിക്കുന്ന, നന്നായി ഉറങ്ങുന്ന ആളുകളെയാണ്.
നന്നായി ഭക്ഷണം കഴിക്കുന്ന, എപ്പോഴും ഉറക്കം തൂങ്ങുന്ന ആളുകളെ പിശാചിനേറെ ഇഷ്ടമാണ്. എന്തേ കാരണം? അങ്ങനെ വല്ലാതെ ഭക്ഷണം കഴിക്കുന്ന, വല്ലാതെ ഉറങ്ങുന്ന ആളുകളിൽ നിന്ന് ഇബാദത്തുകൾ പ്രതീക്ഷിക്കാനില്ല. റബ്ബിനെ ഓർക്കാൻ അവന് സമയമില്ല. അവൻ എപ്പോഴും ഉറക്കം തൂങ്ങിയായി കഴിഞ്ഞു പോകുമെന്നാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഉറക്കവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം നന്മകൾ നഷ്ടപ്പെടാൻ, അധികം തിന്മകളിലേക്കും എത്തിച്ചേരാൻ ഉറക്കം കാരണമാകുമെന്നാണ്. സുഹൃത്തുക്കളെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നുണ്ട്, കസറത്തുൻ നൗം, അമിതമായ ഉറക്കം യുമീതുൽ ഖൽബ്, അത് ഹൃദയത്തെ മരവിപ്പിക്കും. വയുസക്കിലുൽ ബദൻ, ശരീരത്തിൽ ഒരു ഭാരം തോന്നാൻ കാരണമാകും. വയുളയ്യുൽ വഖ്ത്, സമയത്തെ പാഴാക്കും. വയൂരിസു കസറത്തുൽ ഗഫ്ലത്തി വൽ കസ്ൽ, അശ്രദ്ധയും അലസതയും സമ്മാനിക്കും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ധാരാളമായി ഉറങ്ങുന്നവർ അലസന്മാരായിരിക്കും, അശ്രദ്ധയിൽ ചെന്ന് ചാടുന്നവരായിരിക്കും, ശരീരത്തിൽ ഒരു ഭാരം തോന്നുന്നവരായിരിക്കും, മനസ്സിന് ഒരു മരവിപ്പുള്ളവനായിരിക്കും, സമയം പലതും നഷ്ടപ്പെടുന്നവനായിരിക്കും. അതുകൊണ്ട് തന്നെ മുൻഗാമികൾ ഉറക്കം വരുമ്പോൾ മാത്രമായിരുന്നു ഉറങ്ങിയിരുന്നത് എന്ന് പോലും സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. വെറുക്കപ്പെട്ട ഒരു സമയമാണ് മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ ഉറങ്ങുക എന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സ്വഹാബത്ത് പറയുകയാണ്, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യക്റഹു നൗമ ഖബ്ല ഇശാ വൽ ഹദീസ ബഅദഹാ. ഇശാഇന് മുമ്പേ ഉറങ്ങുന്നതും ഇശാഇന് ശേഷം വെറുതെ സംസാരിച്ചിരിക്കുന്നതും അള്ളാഹുവിൻ്റെ പ്രവാചകൻ വെറുക്കാറുണ്ടായിരുന്നു എന്നാണ്. ഇതൊക്കെ കൂടുതൽ സംസാരിക്കരുത് എന്നും കൂടുതൽ ഉറങ്ങരുത് എന്നതും തെളിവായി പണ്ഡിതന്മാർ കൊണ്ടുവന്ന ഹദീസാണ്. ഇശാഇന് മുമ്പേ ഉറങ്ങുന്നതും ഇശാ കഴിഞ്ഞ് വെറുതെ സംസാരിച്ചിരിക്കുന്നതും അള്ളാഹുവിൻ്റെ പ്രവാചകന് വെറുപ്പായിരുന്നു എന്ന് ഹദീസുകളിൽ സഹീഹായി നമുക്ക് കാണാൻ സാധിക്കുകയാണ്. പ്രഭാതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഉറങ്ങി ജീവിതത്തിലെ ഏറ്റവും ബറക്കത്തുള്ള സമയം നശിപ്പിക്കുന്ന എത്ര ആളുകളെയാണ് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, എൻ്റെ ഉമ്മത്തിന് പ്രഭാതത്തിൻ്റെ ആദ്യ സന്ദർഭങ്ങളിൽ, സുബ്ഹ് കഴിഞ്ഞുള്ള ആദ്യ സമയങ്ങളിൽ കൂടുതൽ ബറക്കത്ത് നൽകണേ എന്ന് പ്രാർത്ഥിച്ച ആ സമയം പോലും സുബ്ഹ് കഴിഞ്ഞു വീണ്ടും ഒരു 10 മിനിറ്റ് എന്ന് വിചാരിച്ച് കിടന്ന് അരമണിക്കൂറോ 1 മണിക്കൂറോ ഉറങ്ങി അവൻ്റെ ജീവിതത്തെ തുലച്ചു കളയുന്ന, ഏറ്റവും ബറക്കത്താക്കപ്പെട്ട സമയം ഉറങ്ങിത്തീർക്കുന്ന മഹാഭാഗ്യദോഷികളിൽ സുഹൃത്തുക്കളെ ഞാനും നിങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പകലിൻ്റെ പകുതിയിൽ അല്പമൊന്ന് ഉറങ്ങുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട്. ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖീലു ഫഇന്ന ശൈത്വാന ലാ യഖീൽ, നിങ്ങൾ പകലിൻ്റെ അല്പം ഒന്നുറങ്ങൂ, പിശാച് ഉറങ്ങുന്നില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ളുഹുറിന് തൊട്ട് മുമ്പുള്ള സമയമാണ് അതിലേറ്റവും ഉചിതമായ സമയമെന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുല്ലയെ പോലുള്ള പണ്ഡിതന്മാർ എടുത്തു കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സുബ്ഹിന് തൊട്ട് മുമ്പുള്ള സമയം, സുബ്ഹിനെ ബാധിക്കാത്ത രൂപത്തിൽ ളുഹയും കഴിഞ്ഞ് ഒരല്പസമയം ഒന്ന് ഉറങ്ങുന്നത്, ഒന്ന് മയങ്ങുന്നത് അത് ശരീരത്തിനും മനസ്സിനും നല്ലതാണ് എന്ന് പ്രസ്തുത ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. എന്നാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്വഹാബത്ത് ചെയ്തിരുന്നത് മാ കുന്നാ നഖീലു വലാ നതഗദ്ദ ഇല്ലാ ബഅദൽ ജുമുഅ, ഭക്ഷണം കഴിക്കലോ പകലിൻ്റെ അല്പസമയത്തെ ഉറക്കമോ ജുമുഅ ദിവസം ജുമുഅ കഴിഞ്ഞിട്ടല്ലാതെ ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നില്ല എന്നും സ്വഹാബത്തെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ മരവിപ്പിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നുണ്ട്, ഖസ്വത്തുൽ ഖൽബി മിൻ അർബഅതി അഷിയാ, മനുഷ്യൻ്റെ മനസ്സിനെ മരവിപ്പിക്കുന്ന കാര്യങ്ങൾ 4 എണ്ണമാകുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇദാ ജാവസത് ഖദ്റൽ ഹാജ, അതിൻ്റെ പരിധി വിടുമ്പോഴാണ് അത് മനസ്സിനെ ബാധിക്കുക. അത് ആവശ്യമുള്ളതാണ്, പക്ഷേ പരിധി വിടുമ്പോൾ അത് മനസ്സിനെ ബാധിക്കും. അൽ അക്ലു, ഭക്ഷണം, വൽ നൗമു, ഉറക്കം, വൽ കലാമു, സംസാരം, വൽ മുഖാലതതു, ജനങ്ങളോട് ഇടപഴകൽ, ജനങ്ങളോട് ഇടകലരൽ, അത് അമിതമാകുമ്പോൾ അത് മനസ്സിനെ ബാധിക്കും. അതാണ് 4ാമത്തെ കാര്യം. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് ഇടപഴകാൻ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇടപഴകാതെ, വേറിട്ട് ഒറ്റപ്പെട്ട്, ആരോടും മിണ്ടാതെ, ആരോടും സംസാരിക്കാതെ ഒരു മലമുകളിൽ അഭയം പ്രാപിക്കാൻ, ഒരു പള്ളി മൂലയിൽ സമയം ചെലവഴിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനു അല്ലദീ യുഖാലിത്തുൻ നാസ് വയസ്ബിറു അലാ അദാഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ള പറയാണ്, ജനങ്ങളോട് ഇടകലരുകയും എന്നിട്ട് അപ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്യുന്ന മുഅ്മിനാണ് അഅ്ലമു ഖൈർ, അഅ്ലമു അജ്ർ, പ്രതിഫലം കൂടുതൽ വാങ്ങുന്നവൻ, ഖൈറുൻ മിനൽ ലദീന
ലാ യുഖാലിത്തുന്നാസ് വലാ യസ്ബിറു അലാ അദാഹും. ആളുകളോടൊന്നും ഇടപഴകാതെ ഇടകലരാതെ അതിൽ ക്ഷമിക്കാൻ കഴിയാതെ വേറിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന മുഅ്മിനിനേക്കാളും കൂലി ആളുകളോട് ഇടപഴകി ജീവിക്കുന്ന മുഅ്മിനിനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതും അധികമാകാൻ പാടില്ല. കാരണം സമൂഹത്തിൽ പല നിലക്കുമുള്ള ആളുകളുണ്ടാകും, നല്ലവരും ചീത്തവരും ഉണ്ടാകും. നല്ലതു മാത്രം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പലപ്പോഴും ചില തിന്മയുടെ കൂട്ടുകാരിൽ നിന്ന് വേറിട്ട് നിൽക്കേണ്ടി വരും. ആവശ്യത്തിലപ്പുറം അവരോട് ഇടപഴകാതിരിക്കേണ്ടി വരും. ഒരു മുസ്ലിമിൻ്റെ സൗന്ദര്യം തന്നെ എന്താണ്? മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅലീഹി. ആവശ്യമില്ലാത്തതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് ഒരു മുസ്ലിമിൻ്റെ സൗന്ദര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, എല്ലാവരോടൊപ്പവും ഇടപഴകുക എന്നത് മുസ്ലിമിന് അനുവദനീയമല്ല. എല്ലാ ഗ്രൂപ്പുകളിലും അംഗമാവുക, ആ ഗ്രൂപ്പുകളിൽ, ആ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പടച്ചവനെ നിഷേധിക്കുന്ന സംസാരങ്ങൾ വരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്ന വാചകങ്ങൾ വരുന്നു, ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെയും മതനിയമങ്ങളെയും പരിഹസിക്കുന്ന കളിയാക്കുന്ന വാദഗതികൾ വരുന്നു. എന്നിട്ട് നമ്മളതിലൊരു അംഗമായി അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു, അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. മറുപടി നമുക്കറിയുന്നുമില്ല, മറുപടി പറയാൻ നമുക്കാവുന്നുമില്ല. എന്നിട്ട് അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. നിരീശ്വരവാദികളും മതനിഷേധികളും സ്വതന്ത്ര ചിന്താഗതിക്കാരുമൊക്കെയുള്ള ഗ്രൂപ്പുകളിൽ സജീവമായി നമ്മൾ ഉണ്ടാവുക എന്നത്, പ്രവാചകനെ പരിഹസിക്കുന്ന, ദീനിൻ്റെ നിയമങ്ങളെ കളിയാക്കുന്നത് കേട്ടുകൊണ്ടേയിരിക്കുക എന്നത് തീർച്ചയായും ഉപേക്ഷിക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബ്. വിശുദ്ധ ഖുർആനിലൂടെ നിങ്ങൾക്ക് നാം ഇതാ കാര്യങ്ങൾ അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ഇദാ സമിഅ്തും ആയാത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ യുക്ഫറു ബിഹാ വയുസ്തഹ്സഉ ബിഹാ, അതിനെ ഇങ്ങനെ നിഷേധിക്കുക, അതിനെ ഇങ്ങനെ പരിഹസിക്കുക, അതിനെ ഇങ്ങനെ കളിയാക്കുക, അങ്ങനത്തെ ചില ആളുകളുണ്ട്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഫലാ തഖഉദൂ മഅഹും ഫലാ തഖഉദൂ മഅഹും, അവരോടൊപ്പം നിങ്ങൾ ഇരിക്കാൻ പോലും പാടില്ല. ഫലാ തഖഉദൂ മഅഹും ഹത്താ യഖൂലു ഫി ഹദീസിൻ ഗൈരിഹി, അവർ വേറെ സംസാരങ്ങളിലേക്ക് വരാതെ അവരോടൊപ്പം ഇരിക്കാൻ പോലും പാടില്ല എന്ന ഈ വാചകം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുകയാണ്, അത്തരക്കാരുള്ള ഗ്രൂപ്പുകളിൽ മെമ്പറാകാൻ പോലും പാടില്ല. എന്തേ കാരണം? സുഹൃത്തുക്കളെ, ആദ്യമൊക്കെ അവരെ വിമർശിക്കണമെന്നും അവർക്ക് മറുപടി പറയണമെന്നും വിചാരിച്ച് അതിൽ അംഗങ്ങളാകുന്ന ആളുകൾ അതിങ്ങനെ കേട്ട് ആ പറയുന്നതിലും കാര്യമുണ്ടല്ലോ, ആ പറഞ്ഞത് തന്നെയാണല്ലോ ശരി എന്ന് ചിന്തിക്കുകയും ആ ദുഷിച്ച വാദങ്ങൾ അവൻ്റെ മനസ്സുകളിലേക്ക് ബാധിക്കുകയും ഒരു വേള അവൻ്റെ മനസ്സിനെ മരവിപ്പിക്കുകയും ഈമാൻ നഷ്ടപ്പെടാൻ പോലും കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഫലാ തഖഉദൂ മഅഹും, അവരോടൊപ്പം നിങ്ങൾ ഉണ്ടാകാൻ പാടില്ല, നിങ്ങൾ സഹവസിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു നിസാഇൻ്റെ 140 പഠിപ്പിക്കുമ്പോൾ സൂറത്തുൽ അൻആമിൽ 68 വചനത്തിൽ വീണ്ടും അല്ലാഹു പറഞ്ഞു, വഇദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിനാ, നമ്മുടെ ആയത്തുകളെ കളിയാക്കുന്ന ആളുകളോടൊപ്പം നിങ്ങൾ എത്തിപ്പെട്ടാൽ ഫഅരിദ് അൻഹും, നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോകണം. ഹത്താ യഖൂലൂ ഫീ ഹദീസിൻ ഗൈരി, അവർ വേറെ ചില സംസാരങ്ങളിലേക്ക് കടന്നു വരുന്നതുവരെ. അത്തരക്കാരുള്ള ആളുകളോടൊപ്പം സഹവസിക്കുക എന്നത് അത് നമ്മുടെ ഈമാനിനെ നഷ്ടപ്പെടുത്തും, നമുക്ക് തഖ്വ കുറയാൻ കാരണമാകും, പടച്ചവനെ പേടി ഇല്ലാതെയാക്കും. അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അള്ളാഹു നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീന ത്വാഹിരീന അൽഫായിസീന ബിദിലല്ലാഹ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന, ഹൃദയത്തെ നശിപ്പിക്കുന്ന, ഈമാനിനെ ചോർത്തിക്കളയുന്ന, തഖ്വയെ ഇല്ലാതെയാക്കുന്ന മാനസികമായ ചില രോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചത്. ഉറക്കവും സംസാരവും ഭക്ഷണവും ആളുകളോടുള്ള ഇടപഴകലുമെല്ലാം പരിധി വിടുമ്പോഴാണ് അവ സംഭവിക്കുക എന്നും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന, അധികമായാൽ
ഹറാമായി തീരുന്ന മറ്റൊന്നാണ് ലഹ്ക്ക്, ചിരി. കസ്റത്തുൽ ലഹ്ക്ക്, ചിരിയുടെ ആധിക്യം. അമിതമായി ചിരിക്കുക, കളിക്കുക, തമാശകൾ പറഞ്ഞിരിക്കുക എന്നത് മനസ്സിനെ ബാധിക്കുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ലാ തുക്സിറുൽ ലഹ്ക്ക്, നിങ്ങൾ ചിരിയെ അധികരിപ്പിക്കരുത്, നിങ്ങൾ അധികമായി ചിരിക്കരുത്. ഫഇന്ന കസ്റത്തുൽ ലഹ്ക്കി തുമീതുൽ ഖൽബ്, ചിരിയുടെ ആധിക്യം മനസ്സിനെ മരവിപ്പിക്കും, അത് മനസ്സിനെ നിർജീവമാക്കും, മനസ്സിൻ്റെ സജീവതയെ അത് ഊരിക്കളയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ് അമിതമായി ചിരിക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ച സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. പ്രവാചകൻ കരഞ്ഞ സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കരയുക, ചിരിക്കുക എന്നതൊക്കെ മനുഷ്യ സഹജമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും സംഭവിച്ചതാണ്. എന്നാൽ വെറുതെ ചിരിക്കുക എന്നത്, ജീവിതം തന്നെ ഒരു ചിരിയായി, ജീവിതം തന്നെ ഒരു കോമഡിയായി, ജീവിതം തന്നെ ഒരു കളിയായി ചെലവഴിക്കുക എന്നത് ഒരു മുസ്ലിമിന് ഭൂഷണമല്ല. അവൻ്റെ ജീവിതം കളിയും ചിരിയും തമാശകളുമായി തുലച്ചു കളയേണ്ടതല്ല. അവൻ്റെ ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ട് എന്ന മനസ്സിലാക്കലാണ് വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തമാശകൾ പറഞ്ഞിട്ടുണ്ട്, അവിടുന്ന് സ്വഹാബത്തിനെ ചിരിപ്പിച്ചിട്ടുണ്ട്. ചില സ്വഹാബികൾ ചോദിക്കുമായിരുന്നു, റസൂൽ അങ്ങ് ഞങ്ങളെ വല്ലാതെ ചിരിപ്പിക്കുന്നുവല്ലോ. തിരുദൂതർ തിരിച്ചു പറയുമായിരുന്നു, എന്നിട്ടും ഒരു കളവ് പോലും ഞാൻ പറഞ്ഞില്ലല്ലോ, ഒരു കളവ് പോലും ഞാൻ പറയാതെയാണല്ലോ നിങ്ങളെ ചിരിപ്പിച്ചത്. അപ്പോൾ ചിരി അധികമാകുന്നതിനെയാണ് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് ഹൃദയത്തെ ബാധിക്കുക എന്നതും സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വിഷയത്തിലും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന, ഹൃദയത്തെ ലോലമാക്കുന്ന, റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന റബ്ബിശ്റഹ് ലി സദ്രി, അല്ലാഹുവേ എൻ്റെ ഹൃദയത്തിന് വിശാലത നൽകണമേ, എൻ്റെ ഹൃദയം കടുത്തു പോകുന്നതിൽ നിന്ന്, കുടുസായി മാറുന്നതിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയോടെ നാം മുന്നേറുക. അല്ലാഹു അതിന് നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട്. അവരുടെ എല്ലാം വിഷമങ്ങൾ അറിയുന്ന റബ്ബേ, അവർക്ക് നീ ശിഫയും ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളോട് വിട പറഞ്ഞ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, സഹോദരി സഹോദരങ്ങൾ, പൊന്നോമന മക്കൾ, നീ അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.